ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ സഫാരി വേൾഡിലേക്കാണ് കേട്ടോ പോകുന്നത്. നോർമലി എൻ്റെ അമ്മ അങ്ങനെ ജീൻസ് ഒന്നും ഇടാറില്ല കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞാണ് ജീൻസ് ഇടിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ ഇന്ന് ജീൻസ് ഇട്ടപ്പോൾ ആൾ വൻ ലുക്കായിരുന്നു കേട്ടോ. ഒരു 20 വയസ്സ് കുറഞ്ഞതുപോലെ. നമ്മളിപ്പോ സഫാരി വേൾഡിൽ വന്നേക്കാണ്. ഷോ യു. അപ്പോൾ ഇതാണ് നമ്മുടെ മറൈൻ പാർക്കിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ എൻട്രൻസിൽ കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കണം. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഓൾറെഡി നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ചെക്കിംഗ് ഉണ്ട്, ബാക്ക് ചെക്കിങ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഉള്ളിലേക്ക് വേറെ ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റ്സ് അതുപോലെ ചെറിയ ചെറിയ സ്റ്റോൾസ് ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് മാത്രമേ വാങ്ങിക്കാവൂ. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറുന്നതിന് മുന്നായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ക്യൂവിൽ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ വന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വരും. 145 ആയിരുന്നു എൻ്റെ നമ്പർ. അപ്പോൾ ഇവിടെ വരാനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇവിടെ വരാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു അംബ്രല അല്ലെങ്കിൽ ഒരു ഹാറ്റ് എടുക്കുക കയ്യിൽ. അതൊരു മസ്റ്റാണ്. പിന്നെ അവിടെ ഒരു മിസ്റ്റ് സ്പ്രേ ഒക്കെ ഉണ്ട് ഈ ഒരു ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് ഭയങ്കര പൊള്ളുന്ന തരത്തിലുള്ള ചൂടൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ഉള്ളിലേക്ക് നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറേ ചെറിയ ചെറിയ കുട്ടി സ്റ്റോൾസ് ഉണ്ട്, കുറേ ഗെയിംസ് കളിക്കാനുള്ള സോണുണ്ട്. അങ്ങനെ അതുപോലെ അവിടുത്തെ കോസ്റ്റ്യൂം ഇട്ടിട്ട് നമുക്ക് നേരത്തെ പോലെ റെൻറ്റിന് എടുത്തിട്ട് അവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സെക്ഷൻ ഉണ്ട്. അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കര റേറ്റാണ്. ഇങ്ങനെ ഒരു ടൂറിസം സ്പോട്ടിൽ ചെല്ലുമ്പോൾ ആക്ച്വലി ഇത് ഭയങ്കര റേറ്റാണ് അവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങളും. അപ്പോൾ നിങ്ങളൊരു ഹാറ്റൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ കൊടയും തന്നെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതേപോലെ വീൽ ചെയർസ് ഒക്കെ അവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന മക്കാവോ ആണ്. അപ്പോൾ മക്കാവോയുടെ കുഞ്ഞുങ്ങളും അതിൻ്റെ പാരൻസും എല്ലാം ഉൾപ്പെടെ അവിടെ ഒരു ഫാമിലി ആയിട്ട് തന്നെ അവിടെ പോസ്റ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ നിന്ന് നമുക്ക് ഇങ്ങനെ ഇതേപോലെ ഫോട്ടോസ് ഒക്കെ എടുക്കാം കേട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ സഫാരി വേൾഡിൻ്റെ മാപ്പ് കേട്ടോ. ഇത് നോക്കാതെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തേങ്ങയും മനസ്സിലാവത്തില്ല. ഇത് അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. കാരണം എവിടെയെങ്കിലും നമ്മൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട്. ഈ ഒരു വ്യക്തി നമുക്ക് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരും. അയാൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഷോയാണ് ആദ്യം കാണാൻ പോകേണ്ടത്, എവിടെയാണ് നമ്മൾ ഫോട്ടോസ് എടുക്കാൻ നിൽക്കേണ്ടത്, അതുപോലെ എപ്പോഴാണ് നമ്മൾ കഴിക്കാൻ പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സഫാരി വേൾഡിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഞ്ച് ഫ്രീ ആണ്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ടൈമിങ്ങോടെ ഇയാൾ പറഞ്ഞു തരും. എവിടെ ലേറ്റ് ആകരുതെന്നും പറയും. അതുപോലെ കണ്ടോ അയാളുടെ കയ്യിലിരിക്കുന്നത് ഏതൊക്കെ ഷോസിൻ്റെ ടൈമിങ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ അതിനകത്ത് പറയുന്നുണ്ടാവും. ഈ ഒരു ചേച്ചി ആക്ച്വലി നമ്മുടെ ഗൈഡ് തന്നെയാണ് കേട്ടോ. ഈ ചേച്ചി അവസാനം വരെ ഉണ്ടാവും നമ്മുടെ കൂടെ തന്നെ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ ആനിമൽസിന് ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം, സെൽഫീസ് എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കാം. അപ്പം ഈ ഒരു സെക്ഷന് ഫീഡ് ചെയ്യുന്നതിന് മാത്രമാണ് അവർ കാശ് ചോദിക്കുന്നത്, അല്ലാതെ ഫോട്ടോസ് എടുക്കുന്നതിന് ഇവിടെ കാശില്ല കേട്ടോ. നെക്സ്റ്റ് നമ്മൾ മുതലയുടെ വായിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതൊരു വ്യൂ പോയിന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ മുതലേ കാണാൻ പറ്റുമോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല. കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈ ചൂണ്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ അവസാനം അവനെ കണ്ടുപിടിച്ചു. ടക്കുന്ന ഗൈസ് മുതലക്കുട്ടൻ. ഈ ഒരു കൂട്ടി തന്നെ ഒരു 4-5 ഇതുപോലെ വലിയതുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ കുതിത്തിൻ്റെ കുട്ടികളായിരിക്കും മേ ബി അതൊരു 3 കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നെക്സ്റ്റ് സെഷനിലേക്ക് പോയി. അപ്പോൾ നെക്സ്റ്റ് എല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ ആമക്കുട്ടന്മാരെയാണ്. അപ്പോൾ ഒരാൾ അങ്ങോട്ട് നടന്ന് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്കും അത് ഫാസ്റ്റ് നടന്നെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ മാത്രം അവിടെ ഒന്നും അറിയാതെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് എന്തായാലും ഇത് ഞാനാണ്. എന്നെപ്പോലെ തന്നെ ഒരു മാറ്റമില്ല. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മക്കാവോ ബേർഡ്സ്. അപ്പോൾ ഇതിനെ നമുക്ക് കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ ഫീഡ് ചെയ്യാം. പക്ഷേ ഇതിനൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 100 to 200 ബാത്ത് ആണ്. ആസ് യൂഷ്വൽ എൻ്റെ അമ്മ ഇവിടെ എടുക്കാൻ സമ്മതിച്ചില്ല ഗൈസ്. നെക്സ്റ്റ് അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു വലിയ ഫിഷ് ടാങ്ക് ആണ് കേട്ടോ. ഭയങ്കര നീളമുള്ള ഒരു ഫിഷ് ടാങ്ക് ആണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ കുറേ ചെടികളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫിഷ് ടാങ്ക് മുഴുവൻ ട്രാഫിക് ജാമാണ് ഗൈസ്. ഒരു മീൻ അങ്ങോട്ട് പോകുന്നു, 2 മീൻ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ജംഗിൾ വാക്കാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ കാണുന്നത് ഫുള്ള് ഗ്രേപ്സ് ആണ് കേട്ടോ. പക്ഷെ നമുക്ക് അവിടെ നിന്ന് പറിക്കാനൊന്നും പറ്റത്തില്ല. നമ്മളിങ്ങനെ ഒരു സൈഡിൽ നടന്നു പോകുമ്പോൾ നമുക്ക് ഇതേപോലെ വലിയ പെലിക്കൻസിനെ കാണാൻ പറ്റും കേട്ടോ. ഓ എന്താ ഒരു സ്നേഹം. ഇവനെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ത് ക്യൂട്ടാ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഷോ വന്നിട്ട് ഒറാങ്ങുട്ടാൻ ഷോ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു വഴിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ആ ഒരു സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഈ ഒരു എൻട്രൻസ് വഴിയാണ് കയറേണ്ടത്. ഇത്രയും നാളും ഇൻസ്റ്റാഗ്രാമിലായിരുന്നു നമ്മൾ ഈ ഷോയൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നേരിട്ട് കാണാൻ പോകുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാത്രമല്ല അമ്മയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ കാണാൻ പോകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മൾ ഇവോൾഡായി വന്നതാണല്ലോ. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. വീട്ടിൽ വന്ന് വേണമെങ്കിൽ വാങ്ങി വെക്കണമെന്നുണ്ട് എനിക്ക്. ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഒരു മിസ്റ്റ് പോലെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ സ്പ്രേ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മൾ ആകെ മൊത്തം നമ്മൾ കുളിക്കും കേട്ടോ. അത് പക്ഷേ ഈ ഒരു ഭയങ്കര വെയിലായിരുന്നു ആയിരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു ശമനം ഉണ്ടാവും. ഒരു ആങ്കർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ആങ്കറാണ് നമ്മുടെ ഒറാങ്ങുട്ടനെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു സെറിമണി സെഷനാണ്. ഒരു ലിഫ്റ്റ് വഴി മുകളിലേക്ക് പോയി കുറച്ച് സ്റ്റണ്ടൊക്കെ കാണിച്ചിട്ടാണ് അത് താഴെ ഇറങ്ങി വരത്തുള്ളൂ. ഇതുപോലെ ഒരു ഫ്ലാഗ് ഉയർത്തിയിട്ട് താഴെ ഇറങ്ങും കേട്ടോ. അപ്പോൾ നമ്മുടെ ആങ്കറുടെ കൂടെയുള്ള ഫ്രണ്ട്സും ചേർന്നിട്ട് ബാക്കി ഒറാങ്ങുട്ടാൻസിനെയൊക്കെ വിളിച്ചിട്ട് ഒരു മ്യൂസിക്കൽ ഷോ ആയിരിക്കും ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. ആ ട്രൂപ്പിലുള്ള എല്ലാ ഒറാങ്ങുട്ടാൻസും വന്നിട്ട് ഓരോരോ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യും. ഒരു പൊളി വൈബായിരുന്നു കേട്ടോ.
ഞാനിതിൽ ശരിക്കും എൻജോയ് ചെയ്ത് എന്താണെന്നറിയോ, ഇവരുടെ തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ എങ്ങനെയാണ് ഇതിങ്ങനെ ഇത്രയും ഭയങ്കര പേഷ്യൻസോട് കൂടി അതിനെ പഠിപ്പിച്ചെടുത്തതെന്നായിരുന്നു കേട്ടോ എൻ്റെ ചിന്ത മുഴുവൻ. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ, ഇവർ എത്ര നാൾ ഇതിന് പുറകെ നടന്നിട്ടുണ്ടാവുമെന്ന്. ഓരോന്നും ചെറുതിലെ തന്നെ, വളരെ ചെറുതിലെ തന്നെ ഇതിനെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ടാവും. ഇതൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഒറാങ്കുട്ടാനാണ് കേട്ടോ, ഫ്രോക്കൊക്കെ ഇട്ടിട്ട്. അതുപോലെ ഇവിടെ ഒരു ബോക്സിംഗ് റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ സ്റ്റണ്ട് കൂടുന്നതൊക്കെ ഒരു ഷോ ആയിരുന്നു. അതുപോലെ ഒരു ഒറാങ്കുട്ടാൻ അവിടെ വന്നിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെ സ്ട്രക്ചറിൽ കയറ്റിയ ഒരു ഒറാങ്കുട്ടാനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവിടെ നടക്കുന്ന കുറേ കോമഡി സീൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആകെ മൊത്തത്തിൽ ഒരു പോളി വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ഇവനാളൊരു പുലിക്കുട്ടിയാട്ടോ. അവിടെ നിന്ന് കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെ. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ദാഹിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു കരിക്കും വെള്ളം കുടിച്ചു ആസ് യൂഷ്വൽ. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയും ഞാനും കൂടി അടുത്ത സെഷൻ കാണാനായിട്ട്, അടുത്ത പരിപാടി കാണാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അടുത്ത ഷോ എന്ന് പറയുന്നത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടാവും, ഈ ഒരു എലിഫൻറ്റ് ഷോ. എലിഫൻറ്റ് ഷോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് എലിഫൻറ്റ് വന്നിട്ട് ഇങ്ങനെ പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ ഒരു സർക്കസ് ടൈപ്പ് ഓഫ് ഷോ ആണിത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റാർസ് ഓഫ് ദ ഷോ വരുന്നത് കേട്ടോ. അപ്പം ഇത് ഏകദേശം ഒരു 4-5 ആനകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് എന്തൊരു അനുസരണയോട് കൂടിയാണ് നടക്കുന്നത് നോക്കി. അപ്പോൾ ഇവരെയൊക്കെ ട്രെയിൻ ചെയ്യുന്നവരെ സമ്മതിക്കണം കേട്ടോ. ഈ കാണിക്കുന്നതൊക്കെ വളരെ അടുത്തിരുന്ന് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതെങ്ങനെ ഇതേപോലെയൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയിട്ടുള്ള ഡ്രോയിങ്സ്. അപ്പോൾ ഈ ഡ്രോയിങ്സ് അവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കാശാണ് ഇതൊക്കെ വാങ്ങാനായിട്ട്. പക്ഷേ ഇത് വാങ്ങുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങളവിടെ നിന്നപ്പോൾ തന്നെ 2-3 പേര് വന്നിട്ട് ഇത് വാങ്ങിച്ചിട്ട് പോയി. അപ്പോൾ ഇത് പിന്നെ ഫുട്ബോൾ കളിക്കുന്നതാണ്. അപ്പോൾ ഫുട്ബോൾ കളിച്ച് അതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ ഒരു സ്പ്രേ കിട്ടും കേട്ടോ. നമ്മൾ താഴെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഫുള്ള് കുളിച്ച് നനഞ്ഞേ വരത്തുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് മുന്നിലത്തെ 3 റോയിൽ ഇരിക്കരുതെന്ന്. ഇതാണ് ലാസ്റ്റ് പോസിങ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്തൊരു ജനത്തിരക്കാണെന്നറിയോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാനവിടെ വെറുതെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ 2 പേരും ഇങ്ങനെ നടന്ന് നെക്സ്റ്റ് ഷോയിലേക്ക് പോകാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോയത് സ്പൈ വാർ ഷോയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫുൾ അടിയും പിടിയും കുത്തുമൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ആക്ച്വലി ഒന്നും മനസ്സിലായിട്ടില്ല, എനിക്കും പാതിയും മനസ്സിലായിട്ടില്ല. ഇത് കാണുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടി റിലേറ്റബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഏതൊരു പൊട്ടനും കുറച്ചൊക്കെ മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഇതേപോലത്തെ ചെമ്മരിയാടുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെമ്മരിയാട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതാണ് ഫ്ലെമിംഗോസ്. ഇവരെല്ലാവരും ഒറ്റ കാലാണ് കേട്ടോ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് നോക്കിയാൽ എല്ലാവരും ഒറ്റ കാലിൽ. നെക്സ്റ്റ് നമ്മൾ കങ്കാരു സെഷനിലാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ അവിടെ ഒത്തിരി കങ്കാരൂസ് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഫുഡൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതുപോലെ സ്റ്റാൻഡേർഡ് പാക്കേജും VIP പാക്കേജസും ഉണ്ട്. അപ്പോൾ അതിന് കൂടുതലും കൊടുക്കുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് കണ്ടപ്പോൾ നമ്മൾ പണ്ട് ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിൻ്റെ ആ ജനലിൽ കൂടെ നമ്മൾ പുറത്തേക്ക് കേട്ട് വായി നോക്കി നിൽക്കത്തില്ല, ആ ഒരു സീനാണ് എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. പിന്നെ ഇതൊരു ബേർഡ് സെഷനാണ്. ഇവിടെ ഒത്തിരി വെറൈറ്റി ഓഫ് ബേർഡ്സ് ഉണ്ട്. അപ്പോൾ ഭയങ്കര സൗണ്ടായിരുന്നു ഈ ബേർഡ്സിൻ്റെ, പല ടൈപ്പിലുള്ള സൗണ്ടുകളുണ്ടായിരുന്നു. ഇത് പിന്നെ കുട്ടി ക്യാമൽസ് ആണ് കേട്ടോ. ഈ ക്യാമൽസിന് ആക്ച്വലി നമുക്ക് അങ്ങോട്ട് ബാത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഫീഡ് ചെയ്യാം. മിൽക്കാണ് സാധാരണ ഇതിന് കൊടുക്കുന്നത്. ഇത് അവിടുത്തെ ഒരു പോണ്ടാണ്. അവിടെ കുറേ കോയി ഫിഷസ് ഉണ്ടായിരുന്നു. ഇതിനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കേജിൻ്റെ കൂടെ ഫ്രീ ആയിട്ടുള്ള ഒരു ബുഫേ ലഞ്ച് പോലെ ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരു വലിയ ഹോളിലേക്ക് കൊണ്ടുവന്നു. ആ ഹോളിലിരുന്ന് വേണം ഈ ഒരു ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉണ്ടായിരുന്നു. അതായത് ഡെസേർട്ട്സ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതുപോലെ ഒത്തിരി നോൺ വെജ് ഐറ്റംസ് ഉണ്ടായിരുന്നു. വെജ് ഐറ്റംസും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടത്തേക്ക് ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഡിഷസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ എടുത്തു. ഭയങ്കരമായിട്ട് വിശന്നിട്ട്, ഇത്രയും നടന്ന് ഭയങ്കരമായിട്ട് വിശന്നിട്ട് ആർത്തി മൂത്ത് ഞാൻ കുറേ സാധനങ്ങൾ പറക്കിയെടുത്തായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പാത്രമാണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയും ഞാൻ ഫുള്ള് കഴിച്ച് തീർത്തിരുന്നു. അതുപോലെ എൻ്റെ അമ്മ തന്നെ തൊട്ട് മുന്നിൽ ഇരിപ്പുണ്ട്. അമ്മയുടെ പാത്രത്തിലും അതുപോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഫുള്ള് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മലയാളീസാണ് കേട്ടോ. ഇതൊരു വലിയ ഹോളാണ് കേട്ടോ. എനിക്കൊന്നും ഒരു 200 പീപ്പിൾ പെർ സിറ്റിംഗ് എനിക്കൊന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഇതിനകത്ത്. അത്രയ്ക്കും ജനത്തിരക്കായിരുന്നു ഇതിൻ്റെ അകത്ത്. അങ്ങനെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. 1:45 ഡോൾഫിൻ ഷോ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് എല്ലാം കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഹലോ, ഹൗ മച്ച്? 700 baht. ഓക്കെ. അപ്പോൾ ഇവിടെ മിക്കവരും വരുന്നവർ ഈ ഒരു ഒറാങ്കുട്ടാൻ്റെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ ഒരു സെഷൻ ഇതിൻ്റെ കൂടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് 700 ഭാഗത്താണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ ഇത് കേട്ടപ്പോൾ തന്നെ ഒന്ന് മുഖം ചൊളിച്ചായിരുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്തായാലും ഒന്നും നടക്കത്തില്ല. ഇത് ഇവിടെ കണ്ടൊരു ഡാൻസിങ് ബ്രിഡ്ജാണ് കേട്ടോ. ഇതിനകത്ത് കയറി നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. ആക്ച്വലി ഇതൊക്കെ നമ്മൾ ആദ്യമേ ഒരു ഓട്ടോ പ്രദക്ഷിണം പോലെ നമ്മളിങ്ങനെ കണ്ടുവന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിച്ചിട്ടാണ് ഓരോന്നിനെ അടുത്ത് പോയി കാണുന്നത്. അപ്പോൾ ഇതിനവിടെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരു എന്തോ മത്തി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, ഫിഷാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി എന്നിട്ട് അത് ഫുൾ ഇങ്ങനെ ഇതേപോലെ ദൂരത്തേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കൂട്ടിനകത്തുകൊണ്ട് കൂട്ടിന് പുറത്തുണ്ട്. ഞാനിങ്ങനെ അടുത്ത് ചെല്ലുമ്പോൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഷോയിനെ ലേറ്റ് ആയതുകൊണ്ട് നടന്നിടന്ന് പോകുമ്പോൾ അതിന് സൈഡിലായിട്ട് കണ്ട ആളാട്ടോ ഇത്. ഒറാങ്കുട്ടാൻ്റെ കൂടെ നിൽക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്താ ജിറാഫിനെ കുറച്ച് ഫീഡ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ നടക്കുക കേട്ടോ. ഞങ്ങൾ ജിറാഫിൻ്റെ ഫീഡിംഗ് സെഷൻ നോക്കിയിട്ട് അപ്പോൾ അതേ ഉണ്ട് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ ജിറാഫിന് ഫീഡ് ചെയ്യാനായിട്ട് 200 baht ആണ് പെർ പേഴ്സൺ ചോദിക്കുന്നത്. ജിറാഫ് ഫീഡിംഗ് pay ticket one by one. മീൻസ് Per person 200 baht. Yeah, per person. No have ticket connect. No, cannot go only inside. me. Only you. Only me. Madam, wait outside. Okay, then who will take the video? I'm so sorry, na. If you want,
Okay. You pay more one ticket. Okay. Per Then month. okay. Then give the ഇത് ഇല്ല അപ്പം ഞാൻ പോയിട്ട് വരാം. ഗൈസ് ഇവിടെ പറയുന്നത് ഒരാൾക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഫോട്ടോ എടുക്കണമെങ്കിൽ കൂടി ഒരാൾക്ക് എക്സ്ട്രാ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിൽ പോവാൻ. സോ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയി അവരോട് സംസാരിച്ച് ഞാൻ എൻ്റെ ഇംഗ്ലീഷൊക്കെ മറന്നുപോയി കേട്ടോ. ഞാൻ സംസാരിക്കുന്നതൊക്കെ കൊത്തിപ്പറക്കിയൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ അവരുടെ ചില ഇംഗ്ലീഷൊന്നും നമുക്ക് കേട്ട് അവരുടെ പ്രൊണൗൺസിയേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതിപ്പോൾ ടിക്കറ്റ് എന്ന് പറഞ്ഞതാണ്. പക്ഷേ അവിടെ ഒന്ന് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. നമ്മളിവിടെ ചെന്നിട്ട് അതിന് കൊടുക്കാനായിട്ടുള്ള ഒരു ബക്കറ്റിൽ കുറച്ച് ക്യാരറ്റ്സ് അതുപോലെ ബനാനാസ് അതെല്ലാം അതിനകത്ത് ഇട്ടേക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ അടുത്ത് പോയി നിന്ന് നമ്മൾ കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ക്യാമറ പിടിക്കുമോ, ഇത് കോല് പിടിക്കുമോ, അതിൻ്റെ ഫുഡ് പിടിക്കുമോ, എന്തൊക്കെ പിടിക്കണമെന്ന് എനിക്ക് തന്നെ ആകെ കൺഫ്യൂഷനായി. എന്നിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കാൻ പോയപ്പോഴത്തേക്കും ദേ ഉണ്ട് ഒരു ചേച്ചി അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. പിന്നെ ആ ചേച്ചിയോട് മനസ്സിലാവുന്ന ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് ആ ചേച്ചി മാറിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് അതിനിങ്ങനെ കൊടുത്തു. അതിന് മൂക്കിലേക്കാണോ വായിലേക്കാണോ വെക്കുന്നതെന്ന് പോലും ഞാൻ നോക്കിയില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് നല്ല ഫീഡൊക്കെ ചെയ്തു. അങ്ങനെ അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരും കേട്ടോ. എല്ലാ ജിറാഫും ഇങ്ങനെ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ അടുത്തേക്ക് വരും. അപ്പോൾ ഇനിയും വേണമെന്ന് പറഞ്ഞത് ഇങ്ങനെ വാ കൊണ്ടിങ്ങനെ വരും കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ഒരു ബേബി ജിറാഫാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു ക്യാരറ്റ് ഞാൻ അതിന് കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും ഇതേപോലെ മാടുമാട് പോലെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അമ്മയാണെങ്കിൽ ഏതോ വാക്കിംഗ് കോമ്പറ്റീഷന് പോകുന്ന പോലെ നടക്കുന്നത്. നിങ്ങൾ ആ കണ്ട പ്ലേറ്റിൽ കഴിച്ച എല്ലാ സാധനങ്ങളും ഈ നടത്തത്തിലൂടെ അതങ്ങ് ദഹിച്ചു പോകും കേട്ടോ. ഞങ്ങൾ എവിടെ പോയാലും മിസ്സാവുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ നോക്കാറുണ്ട് ക്യാമറ വഴി കേട്ടോ. ശരിക്കും ഉള്ള സംഭവം തന്നെയാണ്. എവിടെ പോയാലും ഞങ്ങൾ മിസ്സാവും. ഇവിടെ വല്ലതും മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. അങ്ങനെ നടന്ന് നിങ്ങൾ ഈ എൻ്റെ പുറകെ കാണുന്നത് ഒരു വാട്ടർ മിസ്റ്റി സ്പ്രേ ആണ് കേട്ടോ. അതിങ്ങനെ ഇത്രയും കൂടും ചൂടിൽ നമ്മൾ അതിൻ്റെ അടിയിൽ പോയി നിൽക്കുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഭയങ്കര ഒരു ആശ്വാസമാണ് അതിങ്ങനെ ഓരോരോ പോയിന്റ് ആയിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഫൈനലി ഞങ്ങൾ ഡോൾഫിൻ ഷോ നടക്കുന്ന സ്ഥലത്തെത്തി കേട്ടോ. അവിടെ ഓൾറെഡി ഷോ തുടങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാക്ക് ഗേറ്റ് കൂടി ഇങ്ങനെ മുകളിലോട്ട് സ്റ്റെയർ കേസ് വഴി കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗാലറി എന്ന് പറയുന്നത്. ഒത്തിരി പേരുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആണിത്. എനിക്കിതൊക്കെ കാണുമ്പോൾ എങ്ങനെ ഇവർ ഇത്രയും ട്രെയിൻ ചെയ്യുന്നു എന്നാണ്. നെക്സ്റ്റ് ഷോ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ഈ ഒറാങ്ങുട്ടാൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്ന ഫോട്ടോസൊക്കെ ഞങ്ങൾ നിന്ന് കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ആരെ പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. സ്റ്റിൽ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലെ തന്നെയൊക്കെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നത്തെയും പോലെ പതിവ് പോലെ ഞങ്ങൾ അവിടെ നിന്ന് കരിക്കും വെള്ളം വാങ്ങിച്ചു. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു കേട്ടോ. കുറേ നടക്കാനുള്ളതുകൊണ്ട് ഈ ഒരു സീലൈൻ ഷോയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ടാസ്ക് കഴിയുമ്പോഴും ക്ലാപ്പ് അടിക്കും കേട്ടോ. അതെനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ ഒരാൾ കണ്ടോ, ഒരാൾ ഓടി വന്നിട്ട് ആ ഒരു മീൻ കഷ്ണം എടുത്തുകൊണ്ട് ഓടി പോകുന്നത് അതൊക്കെ നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടാസ്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഒരു താങ്ക്സ് പോലെയൊക്കെ പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നെക്സ്റ്റ് നമ്മളെ ലാസ്റ്റ് സെഷനാണ്. നമ്മൾ സഫാരിയുടെ ഉള്ളിൽ കൂടി നമ്മളെ ഈ ഒരു വാനിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ട്രിവാൻഡ്രം സൂവിൽ ഇല്ലാത്ത പല മൃഗങ്ങളും അവിടെ ഉണ്ട്. അതുപോലെ ഇതൊരു ലയൺ സോണാണ്. അപ്പോൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കൈയും കാലും ഒന്നും പുറത്തിടാൻ പാടില്ല, നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് വെച്ചാൽ അത്രയും ക്ലോസ് ആയിട്ടാണ് നമ്മൾ ഈ മൃഗങ്ങളെ കാണുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു ടൈഗറൊക്കെ നമ്മുടെ ഒത്തിരി അടുത്താണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ പോകാൻ നേരത്ത് ഒരു വലിയ കരടി ഇങ്ങനെ നമ്മുടെ നേരെ ഇങ്ങനെ നടന്ന് വരുന്നുണ്ടായിരുന്നു. അതിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ ഞങ്ങളുടെ ഏറ്റവും അടുത്ത് വന്നാണ് ഇതേപോലെ നിന്നത് കേട്ടോ. അങ്ങനെ എല്ലാം സമാപ്ത പോകുക. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ. ഹലോ ഗൈസ്, നമ്മൾ നമ്മുടെ ഹോട്ടലിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കോക്ക് ആക്ച്വലി ഭയങ്കര കൺജസ്റ്റഡ് ആണ്, പട്ടായ പോലെയല്ല. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് 2 ഉണ്ട്. പാർട്ട് 2 നമ്മൾ പട്ടായ നൈറ്റ് പോയതുപോലെ ബാങ്കോക്ക് നൈറ്റിൽ പോയി ഒന്ന് അരിച്ചു പറക്കാൻ പോവാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുവരെയും ബൈ.